ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളങ്ങനെ രാവിലെ കൊട്ടാരക്കര അമ്പലത്തിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പം പുറപ്പെട്ട് ശാസ്താംകോട്ട എത്തിയിരിക്കുകയാണ്. ഇതിലേക്കൊരു ബൈപ്പാസ് ഉണ്ട് ശാസ്താംകോട്ട അപ്പുറത്തിറങ്ങാൻ പറ്റുന്ന ജംഗ്ഷൻ ടച്ച് ചെയ്യാതെ പോകാൻ പറ്റുന്ന ഒരു ബൈപ്പാസ് ഉണ്ട്. ആ ലെഫ്റ്റിൽ കൂടെ പോകുന്നത്. ഇവിടെ ഒരു വലിയ വികസനമൊന്നും ഇല്ലാത്ത ഒരു സ്ഥലമാണ് പണ്ടേ ശാസ്താംകോട്ട എന്ന് പറഞ്ഞാൽ. പണ്ട് തൊട്ടേ ഇങ്ങനെ ഞാൻ കാണുക കാലത്ത് നേരെ പോകുന്നതാണ് ശാസ്താംകോട്ട ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം. അയ്യപ്പനെ കാണാൻ ഇവിടെ ഒരുപാട് പേര് വരുന്നത്. ഞങ്ങൾ സ്ഥിരം വരുന്നത്. ഇവിടെ കുരങ്ങുകളൊക്കെയാണ് ഇഷ്ടംപോലെ കുരങ്ങുകൾ. അമ്പലക്കുരങ്ങുകൾ, ചന്തക്കുരങ്ങുകൾ എന്നൊക്കെ പറയുന്നത്. അമ്പലക്കുരങ്ങുകളാണെങ്കിൽ അമ്പലത്തിൻ്റെ ആ കാടും കാവിനും അമ്പലത്തിനകത്തൊക്കെ നിൽക്കുന്നത്. പിന്നെ ചന്തക്കുരങ്ങൾ പുറത്ത് പോയി കഴിഞ്ഞാൽ അമ്പലക്കുരങ്ങൾ അതിനെ അകത്തോട്ട് കയറ്റത്തില്ല. ഭയങ്കര അടിയും കാണുന്നുണ്ട്. ഇവർക്ക് നേതാക്കന്മാരൊക്കെ ഉണ്ട്, കുരങ്ങന്മാർ. ഇഷ്ടംപോലെ കുരങ്ങളുണ്ട് കേട്ടോ. ഈ ചന്തക്കുരങ്ങൾ ഇവിടെ എല്ലാം നടന്ന് ഭയങ്കര അലമ്പാ. ഈ തേങ്ങ ഒക്കെ ഇട്ട് ഈ ആൾക്കാരെല്ലാം ഭയങ്കര ശല്യമാണ്. ഇടയ്ക്കൊക്കെ വന്ന് പിടിച്ചോണ്ട് പോകും. ഫോറസ്റ്റുകാർ വന്ന് ഒരു വണ്ടിയൊക്കെ ആയിട്ട് വന്ന് കൂട്ടിലിട്ട് കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ ഞങ്ങൾ നേരെ കൊട്ടാരക്കരയ്ക്ക് പോവാണ്. കൊട്ടാരക്കര ശാസ്താംകോട്ട ജംഗ്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഭരണിക്കാവിൽ എത്തിയിരിക്കുകയാണ്. ഭരണിക്കാവിൽ ഇപ്പം സിഗ്നൽ പണ്ടേ ഇങ്ങനെ സിഗ്നൽ ലൈറ്റ് ചെയ്യും. അവർ പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് അങ്ങ് ഓഫാക്കും. ഭയങ്കര ബ്ലോക്കാണ്. ഈ വണ്ടികളെല്ലാം കൊണ്ടുവന്ന് റോഡിലാണ് നിൽക്കുന്നത്. ഇവിടെ ഒരു ബസ് സ്റ്റാൻഡൊക്കെ പണിഞ്ഞായിരുന്നു. പക്ഷേ ബസ് സ്റ്റാൻഡിലൊന്നും വണ്ടി കൊണ്ട് നിർത്തത്തുമില്ല, പോകത്തുമില്ല. ബസ് സ്റ്റാൻഡ് അകത്തോട്ടാണ്, ലെഫ്റ്റ് സൈഡിലാണ്. ഇത് കണ്ടില്ലേ, ഇത്രയും നേരം ആൾക്കാർക്ക് പോകണ്ടായിരുന്നു. ആൾക്കാർക്കൊക്കെ ഇത് ട്രെയിനിങ് കൊടുക്കണം. നമ്മൾ വണ്ടി പോകാൻ വേണ്ടി സിഗ്നൽ വന്നപ്പോൾ ആൾക്കാരവിടെ ചാടി ഇറങ്ങും. വലത്തോട്ട് പോയാൽ കുണ്ട്ര, ഇടത്തോട്ട് പോയാൽ ചാരുമൂട്, ചെങ്ങന്നൂരൊക്കെ പോവാം. നേരെയാണ് നമ്മൾ പോകുന്നത്. അടൂര്, കൊട്ടാരക്കരയൊക്കെ നേരെയാണ്. ബസ്സുകളെല്ലാം റോഡിൽ കൊണ്ടുവന്നിടുന്നത്. ഇന്നിപ്പം ഞായറാഴ്ച ആയതുകൊണ്ടാണ് ഇത്രയും തിരക്കില്ലാത്തത്. അങ്ങനെ യാത്ര തുടർന്നുകൊണ്ട് നമ്മൾ പുത്തൂര് ജംഗ്ഷനൊക്കെ കഴിഞ്ഞു കൊട്ടാരക്കര ക്ഷേത്ര നഗരിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ അറ്റത്തുള്ള ഒരു ഐശ്വര്യ ആനയെ കണ്ടോ? പിന്നെ പോലീസൊക്കെ വന്ന് നിയന്ത്രിക്കുകയാണ്. വലിയ തിരക്കുണ്ട് കേട്ടോ. ഇവിടെ പാർക്ക് ചെയ്യാനൊരു ഗ്രൗണ്ടൊക്കെ ഉണ്ട്. പക്ഷേ വാഹനങ്ങളെല്ലാം കൂടെ ഉൾക്കൊള്ളാൻ കഴിയില്ല അതിനകത്ത്. ഞായറാഴ്ച നല്ല തിരക്കാണ്. പോലീസുകാർ നിയന്ത്രിക്കുന്നുണ്ട്. ഒരു പ്രത്യേക അനുഭവമാണ് ഈ അമ്പലത്തിൽ വന്ന് നമ്മൾ കുറേ നേരം അവിടെ നിൽക്കുകയും കുറച്ച് നേരം നമ്മളവിടെയൊക്കെ ഇരുന്ന് ഒരു നല്ലൊരു അന്തരീക്ഷമാണ്. നമ്മൾ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായി ഈ അമ്പലത്തിൽ, കൊട്ടാരക്കര അമ്പലത്തിലോട്ട് പോകാനായി. തൊട്ടടുത്ത് ഏതെങ്കിലും ഒരു അമ്പലത്തിൽ പോകാനാണ് ആദ്യമേ പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ ഒരു 9:30 ഒക്കെ കഴിഞ്ഞ് 9:45 ആവാറായപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പെട്ടെന്ന് എന്തായാലും ഇനി വന്ന് 10:30-11 മണിയാകുമ്പോൾ അമ്പലം അടയ്ക്കത്തില്ലേ, 11 മണിയൊക്കെ കഴിയും. അതിന് മുമ്പ് ഇനി എത്തി. എന്തായാലും ഇവിടെ വന്നിട്ട് കുറച്ച് സമയമായി. ഇവിടെ എല്ലാം വെയിറ്റ് ചെയ്യാണ്. വാഹനങ്ങൾ നല്ല തിരക്കുണ്ട്. അങ്ങോട്ട് പോകാനായാലും നല്ല തിരക്കുണ്ടായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കയറി കാണാൻ
പറ്റുമോ എന്നുള്ള ഒരു ടെൻഷനും ഉണ്ട്. ദേവസ്വം ബോർഡിൻ്റെ ആരാണ്ട് പോവുകയാണ്, അതാ അവിടെ ബ്ലോക്ക് ചെയ്ത്. അങ്ങനെ നമ്മൾ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് പോവുകയാണ് കേട്ടോ. എൻ്റെ മുന്നിൽ കൂടി കുറച്ചുകൂടെ മുന്നോട്ട് ചെല്ലുമ്പോൾ വലതുവശത്തായിട്ടാണ് പാർക്കിംഗ് ഗ്രൗണ്ട്. 10-30-50 കാറൊക്കെ പാർക്ക് ചെയ്യാം. ഇതാണ് നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ നാടായ കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രം. ഇവിടുത്തെ ഉണ്ണിയപ്പം കഴിക്കാത്തവർ ഒന്ന് കഴിച്ചു നോക്കണം. വീണ്ടും വീണ്ടും നിങ്ങൾക്ക് ഒന്ന് കഴിക്കാൻ തോന്നും. ഇവിടുത്തെ വഴിപാടാണ് ഉണ്ണിയപ്പം. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്. നമുക്ക് അകത്ത് കയറാനൊക്കെ തന്നെ ഒരുപാട് ഭക്തജനങ്ങളിന്ന് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തൊഴുത് പുറത്തിറങ്ങി നമുക്ക് ഉണ്ണിയപ്പം വാങ്ങിക്കാൻ വേണ്ടി ക്യൂ നിൽക്കണം. നല്ല തിരക്കുണ്ടായതുകൊണ്ട് കുറേ സമയമായിട്ട് ക്യൂ നിൽക്കുകയാണ്. ഒരു ഉണ്ണിയപ്പത്തിൻ്റെ ഒരു കവർ ഉണ്ണിയപ്പം മേടിക്കുന്നതിന് നമുക്ക് 40 രൂപയാണ്. അപ്പോൾ അതിനകത്ത് 10 ഉണ്ണിയപ്പം കാണും കേട്ടോ. ക്ഷേത്ര കോമ്പൗണ്ടിന് പുറത്താണ് ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്റ്റ് എഴുതേണ്ടത്. അവിടെ ചെന്ന് നമ്മൾ റെസിപ്റ്റ് എഴുതിയിട്ട് ക്ഷേത്രത്തിനകത്ത് വന്ന് ക്യൂ നിൽക്കണം. തിരക്കുള്ള സമയത്ത് മാത്രമേ ക്യൂ നിൽക്കേണ്ട, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ. ഇവിടുത്തെ പൂജാരികൾ തന്നെയാണ് ഇത് നമുക്ക് ഉണ്ണിയപ്പത്തിൻ്റെ ഇത് ചെയ്ത് തരുന്നത്. നല്ല ചൂടോടുകൂടി എടുത്തത്. ആ ഒരു മണവും ടേസ്റ്റും ഒക്കെ ഒരു പ്രത്യേകത തന്നെയാണ്. ഇപ്പോൾ ഒരു പുതിയ വാർത്ത കേട്ടായിരുന്നു, അത് ദേവസ്വം ബോർഡ് ഏറ്റെടുക്കുവാൻ പോവുകയാണെന്ന്. എന്തായാലും നമുക്ക് ഇതേപോലെ തന്നെ കിട്ടിയാൽ മതി. അപ്പോൾ നമ്മൾ തൊഴുത് ഉണ്ണിയപ്പമൊക്കെ വാങ്ങിച്ച് പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇതാണ് ഉണ്ണിയപ്പത്തിൻ്റെ കാണുന്നത്. റെസിപ്പി ഇവിടെ ചെയ്തിട്ടാണ് പുറത്ത് പോയി വാങ്ങിക്കുന്നത്. യാത്ര തുടരുകയാണ്. അപ്പോൾ സമയം ഒരുപാടായതുകൊണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കണമായിരുന്നു. അപ്പം നമ്മളൊരു ഹോട്ടലിൽ കയറി കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമുക്ക് ഉച്ച സമയം ആവാറായി, ഒരു 12 മണി കഴിഞ്ഞ്. അപ്പോൾ നമുക്ക് രാവിലത്തെ ഭക്ഷണമൊന്നും കഴിച്ചതുമില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇവിടെ വന്ന് ചോദിച്ചപ്പോൾ നമുക്ക് ഊണൊന്നും ആയിട്ടില്ല. ഇവിടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്, പിന്നെ രാവിലത്തെ പൊറോട്ടയുണ്ട്, പിന്നെ കപ്പയുണ്ട്, മീൻകറിയുണ്ട്. അപ്പോൾ ഞാൻ ഒരു കപ്പയും മീൻകറിയാണ് കഴിച്ചത്. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. നമ്മുടെ ഇളയ മോൾക്ക് പൊറോട്ടയാണ്. എവിടെ പോയാലും എപ്പോഴായാലും, രാവിലെ ആയാലും രാത്രി ആയാലും പൊറോട്ട വേണം എന്നുള്ളത്. പിന്നെ ഒരു ബിരിയാണിയും മേടിച്ചു. അങ്ങനെ കപ്പയും മീൻകറിയും കൂട്ടി കഴിച്ചു. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. അങ്ങനെ അവിടുന്ന് കഴിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ യാത്ര തുടരുകയാണ്. പുനലൂർ എത്തി. അങ്ങനെ പുനലൂർ ടൗണാണിത്. ഇവിടെ നമുക്ക് ഒരു സ്ഥലമുണ്ട് കാണാൻ, അത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. ഇവിടെ എന്ന് വെച്ചാൽ നമുക്ക് പ്രധാനമായിട്ടും പുനലൂർ ടൗണിൽ തന്നെയുള്ള ഒരു സ്ഥലമാണ്. എല്ലാവർക്കും കാണാൻ പറ്റിയ ഒരു സ്ഥലമാണത്. പുനലൂരിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്, ഒരു ഐഡൻറ്റിറ്റിയാണ് ഈ സ്ഥലം. ഇതാണ് പുനലൂർ തൂക്കുപാലം. 1877 ബ്രിട്ടീഷുകാർ തിരുവിതാംകൂർ ഭരിക്കുന്ന സമയത്ത് പണിഞ്ഞതാണ്. ബ്രിട്ടീഷുകാരൊക്കെ ഉള്ള സമയത്ത് പണിഞ്ഞതാണിത്. നമ്മളെ ഇതിലെ കൂടെയാണ് ആദ്യമായിട്ട് ദക്ഷിണേന്ത്യയിൽ തന്നെ ഉള്ള ഒരു പാലമാണ്. ഇതിലെ കൂടെ ഗതാഗത സൗകര്യം ഉൾപ്പെടെ ഉള്ള ഒരു പാലമായിരുന്നു ഇത്. അതാണ് ഈ കാണുന്നത്. ഇതാണ് അതിൻ്റെ ഫ്രണ്ടിൽ നിന്നും നമ്മൾ കാണുന്ന കാഴ്ച, തൂക്കുപാലം. ഇതിനെ കൂടെ ഗതാഗത സൗകര്യത്തിന് വേണ്ടി പണ്ട് പണിഞ്ഞതാണ്. തിരുവിതാംകൂർ രാജ്യം ഉള്ള സമയത്ത് പണിഞ്ഞതാണിത് കേട്ടോ.
കൊല്ലം ജില്ലയിലാണ് ഈ സ്ഥലം, പുനലൂർ തൂക്കുപാലം. ഇതിപ്പം 2013 ഇത് റിനോവേഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പല സ്ഥലങ്ങളിലും ഇതേപോലുള്ള പണ്ട് പുരാതന കാലത്ത് പണിഞ്ഞ പല നിർമ്മിതികളും നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് അന്നത്തെ ആ ഒരു ബിൽഡിങ്ങിൻ്റെ ആ ഒരു പണികളെല്ലാം നമുക്ക് കണ്ട് മനസ്സിലാവും. ഇത് കണ്ടോ, പാറക്കല്ലുകൾ വെച്ചൊക്കെ പണിഞ്ഞിരിക്കുന്നതാണിത്. ഇതിൻ്റെ അടിവശത്ത് പലകയാണിത് ഈ നിരത്തിയിരിക്കുന്നത്, ആ പലകയിൽ കൂടി. അപ്പോൾ ഇത് പണിയുന്ന സമയത്ത് ഇതിൻ്റെ ആർക്കും കയറത്തില്ലായിരുന്നു, എല്ലാവർക്കും പേടിയായിരുന്നു ഈ തടിയും ഇതിൻ്റെ ആ കൺസ്ട്രക്ഷനെ കണ്ടിട്ട്. അങ്ങനെ ഇതിൻ്റെ എഞ്ചിനീയറും കുടുംബവും ഇതിൻ്റെ അടിവശത്ത് കൂടി ബോട്ടിൽ കൂടി പോയി ഇതിൻ്റെ മേളിൽ കൂടെ ആൾ കയറുമ്പോൾ പൊളിഞ്ഞ് വീഴത്തില്ല എന്നുള്ള എല്ലാവരെയും ഒന്ന് ധൈര്യപ്പെടുത്താൻ വേണ്ടി അവർ ഇതിൻ്റെ അടിവശത്ത് കൂടി ബോട്ടിൽ പോയെന്നാണ് ഇതിൻ്റെ ചരിത്രം പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇതേപോലെ പാറക്കട്ടുകൾ വെച്ച് പണിഞ്ഞ് അതിനകത്ത് സ്റ്റീൽ ഇരുമ്പ് വെച്ചിട്ട് തൂക്കി ഇങ്ങനെ ഇങ്ങനെ വന്നിട്ട് അതിനകത്താണ് ഈ തടി. അപ്പോൾ ഇപ്പോൾ ഇതിനകത്ത് എല്ലാവരും മെയിൻറ്റെയിനൊക്കെ ചെയ്ത് കുറച്ചാൾ പൂട്ടിയൊക്കെ ഇട്ടായിരുന്നു ഇത് ഇതേപോലെയൊക്കെ സെറ്റാക്കി എടുക്കാൻ വേണ്ടി വീണ്ടും. അങ്ങനെ ഇപ്പോൾ ഒരുപാട് പേര് വരുന്നുണ്ട് ഇത് കാണാനും ഒക്കെ. നല്ല ഒരിതാണ് പണ്ട് കാലത്ത്. ഇപ്പം തന്നെ ഇതേപോലുള്ള പാലങ്ങളുണ്ട് നമ്മുടെ പല സ്ഥലങ്ങളിലും. ഇതേപോലെ കമ്പി ഇങ്ങനെ പോലെ അല്ലെങ്കിൽ കോൺക്രീറ്റ് വന്നിട്ട് ഇങ്ങനെ തൂണ് ഇങ്ങനെ തൂക്ക് പോലെ വന്നിട്ടൊക്കെ ഉള്ള പാലങ്ങളുണ്ട്. കോൺക്രീറ്റ് പാലങ്ങൾ പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. ഇതെന്ന് പറഞ്ഞാൽ കമ്പി ഈ ഇരുമ്പ് കമ്പി പോലുള്ള ആ സ്ഥാനത്തിനകത്ത് തൂങ്ങിക്കിടക്കുകയാണ് ഈ പാലം. അപ്പോൾ ഇപ്പോൾ എല്ലാവരും കയറി കാണുകയൊക്കെ ചെയ്യുന്നുണ്ട്. പുതിയ പാലം തൊട്ടടുത്ത് തന്നെ ഉണ്ട്, അതിലേക്കൂടെയാണ് ഇപ്പം ഗതാഗതം പോകുന്നത്. ഇത് ഇങ്ങനെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്നു. പുനലൂർ തൂക്കുപാലം കഴിയുമെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ കാണാൻ പറ്റുന്ന, കണ്ടിട്ടില്ലാത്തവരൊക്കെ കാണും, ദൂരസ്ഥലങ്ങളിലുള്ളവർ, അവർക്കൊക്കെ വന്ന് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. ഇത് പണ്ട് 1877 പണിഞ്ഞത്. തമിഴ്നാട്ടിലേക്കൊക്കെ പോകാനുള്ള ഒരു പാതയാണ് ഈ സ്ഥലം. കൊല്ലം ജില്ലയിൽ, കൊല്ലം എന്ന് പറഞ്ഞാൽ ഈ ബ്രിട്ടീഷുകാരൊക്കെ വരുന്ന സമയത്ത് ഒരുപാട് വ്യാപാരങ്ങളൊക്കെ നടന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ അപ്പുറത്തു കൂടിയാണ് ഈ ഒരു റെയിൽവേ പാലമുണ്ട്. അതും തന്നെ കണ്ടില്ലേ, നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ പാലം പോലൊന്നുമല്ല അത് പണിഞ്ഞിരിക്കുന്നത്. പാറക്കല്ലുകൾ വെച്ച് അടുക്കി ഇങ്ങനെ പണിഞ്ഞിരിക്കുന്ന ഒരു പാലമാണ്. കണ്ടോ, ഇത് പണ്ട് ബ്രിട്ടീഷുകാരുടെ സമയത്ത് പണിഞ്ഞു തുടങ്ങിയ പാലമാണ്. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് കാണാൻ പറ്റും അതിൻ്റെ ആ ഒരു ട്രെയിനൊക്കെ പോകുന്ന സൗന്ദര്യവും. കണ്ടില്ലേ, നല്ല രസമാണ്. ഈ നമ്മൾ കൊല്ലത്ത് നിന്നും പുനലൂർ വഴി തെന്മല അങ്ങനെയൊക്കെ പോകുമ്പം ആര്യങ്കാവ്, ചെങ്കോട്ട, ഇതാണ് ഈ തമിഴ്നാട്ടിലേക്ക് കയറുന്ന ഒരു സ്ഥലമാണ്. അവിടുത്തെ നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തമിഴ്നാട്ടിലേക്ക് കയറുന്ന, കൊല്ലത്ത് നിന്ന് തമിഴ്നാട്ടിൽ കയറുന്ന ഒരു പ്രധാന ടൗണാണ് ഈ പുനലൂർ എന്ന് പറഞ്ഞത്. ഇവിടെ ഇഷ്ടം പോലെ തമിഴ് വംശജരൊക്കെ വന്ന് വ്യവസായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ, പല രീതിയിലുള്ള. അതിൽ ഡെയിലി വന്ന് പോകുന്ന ആൾക്കാരുണ്ട്, ഓരോ കച്ചവട സ്ഥാനങ്ങളുണ്ട്. അപ്പം നമ്മളതെല്ലാം കണ്ട് അവിടെ നിന്നും യാത്ര വീണ്ടും തുടരുകയാണ്. ഈ പാറയ്ക്കൊക്കെ എത്ര നാൾ ആയുസ്സുണ്ടെന്ന് ആർക്കറിയാം. പൊട്ടിച്ച് കളയാൻ. ഈ ഓരോ വശങ്ങളിൽ പാറയുള്ള ഒരു മലയാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ പോകുന്ന വഴിക്ക് കാണുകയാണ്, ഇതൊക്കെ ഇടിച്ച് നിരത്തിക്കൊണ്ടിരിക്കുകയല്ലേ. ഈ പാറകളെല്ലാം പൊട്ടിച്ച് ഓരോ ബിൽഡിങ് പണിയുകയും റോഡുകൾ പണിയാനൊക്കെ വേണ്ടി മലകൾ മൊത്തം ഇടിച്ച് പൊട്ടിക്കുകയാണ്. അപ്പോൾ അതൊക്കെ നിർത്തലാക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. വേറെ എന്തെങ്കിലും രീതിയിലുള്ള സംവിധാനങ്ങൾ കണ്ടെത്തണം. അപ്പോൾ ഒരുപാടങ്ങ് പണ്ടത്തെ കണക്കല്ല, ചെറുതായിട്ടൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇപ്പം ഒരുപാട് അങ്ങ് പൊട്ടിച്ച് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ മലകളും പാറകളും. ഇതെല്ലാം മണ്ണെടുപ്പുകളായാലും എല്ലാം, വയലുകളെല്ലാം നികത്തി ഒരുപാട് വീടുകളൊക്കെ വയ്ക്കുകയും. അപ്പോൾ അതൊക്കെ കുറേശ്ശൊക്കെ നിയന്ത്രിക്കണം, അല്ലെങ്കിൽ ഇതൊക്കെ പോലുള്ള സ്ഥലങ്ങളൊക്കെ ഇല്ലാതാകും. അപ്പോൾ നമ്മൾ തെന്മല എക്കോ ടൂറിസം പാർക്കിൽ അഡ്വഞ്ചർ പാർക്കിലേക്ക് നമ്മളിങ്ങനെ
എവിടെയോ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു പാർക്കിംഗ് ഉണ്ടോ? ബോർഡ് കണ്ടു കേട്ടോ, വെൽക്കം ടു തെന്മല എക്കോ ടൂറിസം. ഞങ്ങൾ വിചാരിച്ച് എന്താണെന്ന് നോക്കിയിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എവിടെ ചെന്ന് അവസാനിക്കുന്നൊന്നും നമുക്കറിയാൻ വയ്യ. എന്തായാലും നമുക്ക് പോയി നോക്കാം എന്തുവാ ഉള്ളതെന്ന് അറിയാലോ. അങ്ങനെ നമ്മൾ പോയി നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അവിടോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ടിക്കറ്റ് എടുക്കണം. ഇതൊരു വനമാണ് കേട്ടോ, രണ്ട് സൈഡും കണ്ടോ വനം. അതിൻ്റെ നടുക്കൂടെയാണ് ഈ റോഡ്. രാത്രിയിലൊക്കെ പോകാൻ ഭയങ്കര പേടിയാവും കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ ചെന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് വനത്തിൻ്റെ സൈഡിൽ കൂടെ. ഈ ഇതിൻ്റെ ഒരു ഇതുണ്ട്, ഫോറസ്റ്റിൻ്റെ ഉണ്ട് കേട്ടോ, അതുപോലെ തെന്മല ഇക്കോ ടൂറിസത്തിൻ്റെയും ഉണ്ട് കേട്ടോ. രണ്ട് സൈഡിലോട്ട് നോക്കിയാൽ നല്ലൊരു വനമാണ് കാണുന്നത്. ഞാൻ നേരത്തെ ഇവിടെ വന്നിട്ടുള്ളതാണ്, കുറേ സ്ഥലത്തൊക്കെ പോയിട്ടുണ്ട് ഇവിടെ നിന്ന്. രാത്രിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പേടിയാണ്. ഇവിടെ വന്ന് വാങ്ങിച്ചു കേട്ടോ. നമ്മളങ്ങനെ തെന്മല എക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഡിയർ റീഹാബിലിറ്റേഷൻ സെൻറ്ററിലെത്തിയിരിക്കുകയാണ്. അവിടെ കയറുന്നതിന് ഒരാൾക്ക് 50 രൂപയാണ് ഫീസ്. കുട്ടികൾക്ക് ഫീസ് ഉണ്ട് കേട്ടോ, കുട്ടികൾക്ക് ഫ്രീയാണ്. ഇവിടെ കുറേ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എഴുതിയ പോകുന്നുണ്ട്. നീ പരിചയപ്പെടാതെ എന്താന്ന് വെച്ചപ്പോ ഇവള് പറയാം ഞാൻ പരിചയപ്പെട്ടു എന്താന്ന് പറഞ്ഞത് ഇലയെടുത്ത്. ഇവിടെ ഇലയെടുത്ത് തിന്നുന്നോ? നമ്മളിപ്പം വന്ന് ഒന്നും കാണുന്നില്ല, എവിടെയെങ്കിലുമൊക്കെ കാണുമായിരിക്കില്ലേ. വേറെ 2 മാൻ നിൽക്കുന്നുണ്ടോ, ഒരു വൈഷ്ണോദേവി മാനും ഒരു വൈശിക മാനും, ഒരു വൈശികദേവി മാനും. ഏത് മാനെ വിളിക്കോ മോളേന്ന്. കുറച്ച് മാനിനെ നമ്മൾ കണ്ടു കേട്ടോ. അപ്പോൾ ഈ അരികിലൊക്കെ വന്ന് നിൽക്കുന്നത് ഇതിന് ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾ എന്തെങ്കിലുമൊക്കെ ബിസ്ക്കറ്റോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഭക്ഷണങ്ങളൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ. അത് കഴിക്കാൻ വേണ്ടി അടുത്ത് വന്ന് നിൽക്കുന്നതാണ്, ഇതിനോട് അടുത്ത് വന്ന്. പിന്നെ ഇതിനൊക്കെ ഉള്ളിൽ കുറേ കാണുമായിരിക്കാം, ഇപ്പം കുറച്ചൊക്കെ കണ്ടോളൂ, ഇതിനുള്ളിലോട്ടൊക്കെ കാണുമായിരിക്കും. ഈ വശങ്ങളിലോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു വനം ആണ് കാണുന്നത്. ഒരു സൈഡ് ഇതേപോലെ വേലി കെട്ടി അതിനകത്താണ് ഇതിനെ സംരക്ഷിച്ചിരിക്കുന്നത്. എന്തായാലും കാട്ടിലൊക്കെ കിടന്ന വല്ല സിംഹമോ പുലിയൊക്കെ പിടിച്ച് തിന്നാതെ ഇതിനകത്തൊക്കെ പിടിച്ച് സംരക്ഷിച്ചിരിക്കുകയാണ്.
പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു പിള്ളേർക്കൊക്കെ കളിക്കാൻ പറ്റിയ കളിസ്ഥലം പോലെ കാണുന്നുണ്ട്. എന്താണെന്ന് നോക്കട്ടെ, ഒരു ഊഞ്ഞാലൊക്കെ കാണുന്നുണ്ട്. വലിയ സംഭവമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും, ഊഞ്ഞാലൊക്കെ കളിക്കാനും ആടാനും കളിക്കാനൊക്കെ പറ്റും. ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ഒരു കൊക്കിനെയൊക്കെ പിടിച്ച് വെച്ചേക്കുന്നു. അതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ഒരണ്ണാന് മാനിൻ്റെയൊക്കെ ഒരവസ്ഥ നോക്കിയല്ലേ. ഇവിടെ അങ്ങനെയൊക്കെ ഓടിപ്പാടി കണക്ക് ചാടിപ്പറന്ന് കിടക്കേണ്ടതാണേ. അങ്ങനെ 2 കുട്ടീസുകളും ഊഞ്ഞാലാടുകയാണ്. ത്തിനുള്ളിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. കൂടെ പോവല്ലേ ആ വഴി കൂടെ പോവാം. കൊള്ളാമല്ലേ അത്? ഇത് വെട്ടം. ഞങ്ങൾ മാനിനെയൊക്കെ കണ്ടിട്ട് തിരിച്ചിറങ്ങുവാണ് കേട്ടോ. വലിയ സംഭവമൊന്നുമില്ല, 5-6 മാനുണ്ട് കണ്ടത്. ചിലപ്പം കുറേയൊക്കെ അങ്ങ് ഉള്ളിലായിരിക്കും. ഇവിടുന്നൊക്കെ ആരെങ്കിലും ഫുഡൊക്കെ ഇട്ട് കൊടുക്കുന്നത് കഴിക്കാൻ വേണ്ടി വന്ന മാനായിരിക്കും ഇവിടെ അടുത്തിരിക്കുന്നത്. കുറച്ച് സ്ഥലമേ ഉള്ളൂ, പിന്നെ കുട്ടികൾക്ക് വെച്ച് ഊഞ്ഞാലൊക്കെ കാണാനുള്ള സ്ഥലമുണ്ട്. അതേ ഉള്ളൂ. 50 രൂപയാണ് ഇതിൻ്റെ ഫീസ് ഒരാൾക്ക്.